ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ഡൽഹിയും പിടിച്ചു, ഇനിയിപ്പോൾ എന്താണ് ബാക്കി? അഭിലാഷ്, ഈ വിജയം എന്നെ ആഹ്ലാദഭരിതനാക്കുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കുകയാണ്. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അർപ്പിതമായ നമ്മളിൽ അർപ്പിക്കുന്ന വലിയ വിശ്വാസത്തെ തിരിച്ചവർക്ക് നൽകുക എന്നുള്ള വലിയൊരു രാഷ്ട്രീയ ബോധമാണ്, ഉത്തരവാദിത്തമാണ് കൈവന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസവും ആഹ്ലാദവും നമുക്കുണ്ടാവുന്നത് ഒരു കൊടിയ ചതിക്കുള്ള പ്രതികാരം കൂടി കോൺഗ്രസിന് നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. അഴിമതിക്കാർക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നവർക്കും ഈ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്നവർക്കും ജനങ്ങൾ തിരിച്ചറിവ് നൽകിക്കൊണ്ട് പാഠം പഠിപ്പിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളത് മാത്രമല്ല, ഭാരതത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരേ മുന്നണിയിൽപ്പെട്ട രണ്ടു കൂട്ടർ അവിശുദ്ധമായി യോജിക്കുന്നതിന് താൽക്കാലികമായി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സത്യത്തിന് ആത്യന്തികമായ വിജയമാണ് ഉണ്ടാവുക, അസത്യത്തിന്റെ വിജയം താൽക്കാലികമായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. നോക്കൂ, 28 സീറ്റുകൾ നേടിയ അത് ഞങ്ങളുടെ കുഴപ്പമല്ലല്ലോ മാധു, ഞങ്ങളുടെ പണിയാണോ പ്രതിപക്ഷത്തെ യോജിപ്പിക്കുക എന്നുള്ളത്? മാത്രമല്ല, മോരും മുതിരയും മാധു ഒരിക്കലും ചേരില്ല. മോരും മുതിരയും ചേർത്ത് കഴിഞ്ഞാൽ കേട്ടില്ല മാധു. അല്ല, ഒന്നിച്ച് നിന്ന് ചതിച്ചില്ലല്ലോ, വേറിട്ട് നിന്ന് വഴിയൊരുക്കുകയല്ലേ ചെയ്തത് എന്ന് ചോദിച്ചേ ഉള്ളൂ. ശ്രീ ജയേന്ദ്രൻ തുടരൂ. അല്ല, ഇതൊന്നും ഞങ്ങളെ പണിയല്ലല്ലോ. പ്രതിപക്ഷത്തെ യോജിപ്പിക്കുക എന്നുള്ളത് BJPയുടെ ജോലിയല്ലല്ലോ. അത് യോജിപ്പിക്കേണ്ടത് യോജിപ്പിച്ച പടിയാണല്ലോ. അതേതായാലും നടന്നില്ലെന്ന് മാത്രമല്ല, അതിദയനീയമായി ഇവർ ഈ കാലഘട്ടത്തിൻ്റെ മുന്നണി പോരാളികളായി നിന്നവർ കാലത്തിൻ്റെ ചുമരെഴുത്തുകൾ കാണാതെ ജനം ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു എന്ന ആഹ്ലാദം നമുക്കുണ്ട്. നോക്കൂ, ഫ്രീ ബി കൊണ്ടും അഴിമതി കൊണ്ടും കാപട്യം കൊണ്ടും കുറിച്ച് BJP പറയരുത്. 2100 രൂപയാണ് ആപ്പ് വാഗ്ദാനം ചെയ്തതെങ്കിൽ 2500 രൂപയാണ് നിങ്ങൾ വാഗ്ദാനം ചെയ്തത്. ഫ്രീ ബി എന്ന് പറയുന്നത് BJP നിങ്ങളുടെ നയപരിപാടിയായി സ്വീകരിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 3 മാസം ലാഡ്ലി ബെഹൻ സ്കീം റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് പോലും വൈകിപ്പിച്ചു എന്നാണ് ആരോപണം. എന്തായാലും 1 ലക്ഷം കോടി രൂപ സ്പെൻഡ് ചെയ്തു. 3 മാസം കൊണ്ട് ജനങ്ങൾക്ക് കയ്യിൽ പൈസ എത്തിക്കുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ജയിക്കുന്നു. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ചെയ്തത് ഇതാണ്. ഫ്രീ ബി വേറെ ആരോ ചെയ്യുന്നതല്ല, ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളാണ്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ 2022 റേവഡി പരാമർശം നടത്തിക്കൊണ്ട് അതിനെതിരെ നിശ്ചിതമായി രംഗത്ത് വന്നത് ഇതേ ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന്റെ നയപരിപാടികളോടുള്ള വിയോജിപ്പ് പ്രകടമാക്കിക്കൊണ്ടാണ്. അവിടെ തന്നെയാണ് അത്തരം പ്രഖ്യാപനങ്ങൾ എന്നുള്ളിടത്താണ്. ജനാധിപത്യത്തെ സംബന്ധിച്ച പ്രശ്നമാണ് ഫ്രീ ബി ആണോ നിർണ്ണയിക്കുന്നത്. ഫ്രീ ബി ജയേന്ദ്രമാഷ പോയിന്റ് ഇതാണ്. ഫ്രീ ബിയെ കുറിച്ച് പറയാൻ BJPക്ക് ഒരു അർഹതയില്ല. ഫ്രീ ബി പൊളിറ്റിക്സ് തന്നെയാണ് നിങ്ങളും കളിക്കുന്നത്. അദ്ദേഹത്തിന് കണക്ക് വെച്ച് കട്ടായോ എന്ന് സംശയം. അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല.